of a right triangle is 20 degree. Calculate the all angles. Now the difference of two smaller angles of a right triangle is 20. അതിന്റെ അർത്ഥം രണ്ട് ചെറിയ ആംഗിൾ ഏതിലെ റൈറ്റ് ട്രയാങ്കിൾ ഒരു ആംഗിൾ ഏതായിരിക്കും 90 ഡിഗ്രി, ബാക്കി രണ്ടെണ്ണം ഏതായിരിക്കും ചെറിയ ആംഗിൾസ്. ആ രണ്ട് ചെറിയ ആംഗിൾസിന്റെയും മൈനസ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി ആണെന്നാ പറയുന്നത്? 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ആംഗിൾസ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഈ ഡിഗ്രി 90 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അറിയാത്ത രണ്ട് ആംഗിളുകൾ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കാം. സോ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രയാങ്കിളിന് ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി. സോ ഇത് 90 ആണെങ്കിൽ എക്സും വൈയും കൂട്ടുന്നത് എത്രയാ? 90 ഡിഗ്രി. അടുത്തത് നമുക്ക് ഇവർ തന്നിരിക്കുന്ന ചെറിയ രണ്ട് ആംഗിളുകളുടെ ഡിഫറൻസ് എത്രയാണ്? 20. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20. ഇവിടെ ഇത് സം ആണ്. നോക്കിയേ, സം ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ്. സമ്മും ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പ വഴിയുണ്ട്. നമുക്ക് എലിമിനേഷൻ യൂസ് ചെയ്യേണ്ട, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ട, ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. സം പ്ലസ് ഡിഫറൻസ് ബൈ 2, സം മൈനസ് ഡിഫറൻസ് ബൈ 2. സം എത്രയാ? 90. ഡിഫറൻസ് എത്രയാ? 20 ബൈ 2. 110 ബൈ 2 എത്രയാ? 55. സം മൈനസ് ഡിഫറൻസ് എത്രയാ? 90 മൈനസ് 20 ബൈ 2. 70 2 എത്ര പ്രാവശ്യം? 55 35 കൂട്ടിയാൽ എത്ര? 90. സോ രണ്ട് ആംഗിൾ, ചെറിയ രണ്ട് ആംഗിൾ 55 35. ഇതേ ക്വസ്റ്റ്യൻ, ഇത് എളുപ്പവഴി. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെയും ചെയ്യാം. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഏതാണ്? അപ്പൊ നോക്കിക്കേ, ഒരു ട്രയാങ്കിളിൽ 90 ഡിഗ്രി, ബാക്കി അറിയാത്ത രണ്ട് എക്സ് എന്നും വൈ എന്നും എടുത്തു. 2 ഡിഗ്രിയാണ് അല്ലെങ്കിൽ രണ്ട് ആംഗിളുകളാണ്, നമ്മൾ എക്സ് എന്നും വൈ എന്നും എടുത്തു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഉറപ്പായിട്ടും എത്ര ഡിഗ്രി ആയിരിക്കും? 90. കാരണം ഇത് എത്രയാണുണ്ട്? 90 ഡിഗ്രി ആണുണ്ട്. ഇനി അടുത്തത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20. അതെങ്ങനെയാ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഈസ് 20 ഡിഗ്രി. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് ചെറിയ ആംഗിളുകളുടെ ഡിഫറൻസ് എത്രയാണെന്ന് വന്നിട്ടുണ്ട്? 20 ഡിഗ്രി. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20. നമ്മൾ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാൻ വേണ്ടി രണ്ട് ഇക്വേഷനെയും എടുത്ത് ഒന്നിച്ച് എഴുതുന്നു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 20. നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എക്സും വേണമെങ്കിൽ ക്യാൻസൽ ആക്കാം, വൈയും ക്യാൻസൽ ആക്കാം. നമ്മൾ എക്സ് ക്യാൻസൽ ആക്കാൻ പോവുകയാണ്. എക്സ് ക്യാൻസൽ ആക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് പോസിറ്റീവ് എക്സുകളാണ്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ, ഇല്ലാണ്ടാക്കണമെങ്കിൽ അവിടെ മൈനസ് ചെയ്യാം. സോ എക്സ് മൈനസ് എക്സ് 0, വൈ അത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ ചെയ്തു നോക്കണം. വൈ മൈനസ് മൈനസ് വൈ, സോ വൈ പ്ലസ് വൈ ഈക്വൽ ടു 2y. സോ 2y. 90 മൈനസ് 20 is 70. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എക്സ് അടുത്ത സ്റ്റെപ്പിൽ 2y എന്ന് പറയുന്നത് 70 ആണെന്ന് കിട്ടി. y അപ്പോൾ 70 ബൈ 2, അത് 35 ആണ്. സോ വൈയുടെ ആൻസർ 35. സോ ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ നമുക്ക് y 35 കൊണ്ടിട്ട് കൊടുത്താൽ എക്സിന്റെ ആൻസർ കിട്ടും. സോ നമ്മൾ ഏത് ഇക്വേഷൻ എടുത്തു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90. എക്സിന് വാല്യൂ അറിയില്ല, y വാല്യൂ നമുക്ക് കിട്ടി 35. എക്സ് പ്ലസ് 35 ഈക്വൽ ടു 90. സോ എക്സ് ഈസ് ഈക്വൽ ടു 90 മൈനസ് 35 ഈക്വൽ ടു 55. സോ ഈ 35 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 35. സോ 90 മൈനസ് 35 is what? 55. So the two angles are x is equal to 55, y is equal to 35 degree. So right triangle ഇത് 90, ഇത് 35, ഇത് 55 ആക്കി എടുക്കാം. ഇത് എത്രയായിട്ട് എടുക്കാം? 35. So 55ഉം 35ഉം 90 കൂട്ടുമ്പോൾ എത്ര കിട്ടിയാൽ മതി? 5 5 10, 9 10, 15 18. The price of 17 trophies and 16 medals is 2,180 rupees, and the price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും 2,180 രൂപയാണ്. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും 2,110 രൂപയാണ്.
അപ്പോൾ നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓരോ ട്രോഫിയുടെയും ഓരോ മെഡലിന്റെയും പ്രൈസ് എന്നാണ് ഈ ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രൈസ് ഓഫ് ട്രോഫി എക്സ് എന്ന് കൊടുക്കും. പ്രൈസ് ഓഫ് ട്രോഫി നമുക്കറിയില്ല, അതിന് എക്സ് എന്ന് കൊടുക്കാം. പ്രൈസ് ഓഫ് മെഡൽ വൈ എന്നും കൊടുക്കാം. എന്നിട്ട് അവർ തന്നിരിക്കുന്ന ആദ്യത്തെ ക്ലൂ 17 ട്രോഫിയും 16 മെഡലും കൂടെ കൂട്ടുന്നത് 2180 എന്നാണ്. അടുത്തത് അവർ തന്നിരിക്കുന്നത് 16 ട്രോഫികളും 17 മെഡലുകളും കൂട്ടുന്നത് 2110 എന്നാണ്. അപ്പോൾ നമ്മളത് ഇക്വേഷൻ രീതിയിലേക്ക് എഴുതുമ്പോൾ 17 ട്രോഫി, അതായത് ഒരു ട്രോഫിയുടെ എക്സ് ആണ്. അപ്പോൾ 17 ട്രോഫി എന്ന് പറയുന്നത് എത്ര വരും? 17x. അതുപോലെ തന്നെ ഒരു മെഡൽ അത് y ആണ്. അങ്ങനെ 16 മെഡൽ വരുമ്പോൾ 16y ഈസ് ഈക്വൽ ടു 2180. അടുത്തത് 16 ട്രോഫീസ് 16 ഇൻറ്റു എക്സ് പ്ലസ് 17 മെഡൽ 17 ഇൻറ്റു വൈ ഈക്വൽ ടു 2110 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ 17 ട്രോഫി പ്ലസ് 16 മെഡൽ ഈക്വൽ ടു 2180. 16 ട്രോഫി പ്ലസ് 17 മെഡൽ ഈക്വൽ ടു 2110. 17 ട്രോഫികളുടെ വിലയും 16 മെഡലിന്റെ വിലയും കൂട്ടുമ്പോൾ 2180 ആണ്. 16 ട്രോഫികളുടെ വിലയും 17 മെഡലുകളുടെയും വില കൂട്ടുമ്പോൾ 2110 ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ എക്സ് ഉള്ള ടേംസിനെ നമുക്ക് ഈ എക്സ് ഉള്ള 17xനെയും 16xനെയും നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ എൻറ്റയർ ഇക്വേഷനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ എൻറ്റയർ ഇക്വേഷനെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഈ ഇക്വേഷനെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിന്റെ ടേം സെയിം ആകും. ഏതുമായിട്ട്? ഇത് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഈ ടേമും, അതായത് 17x × 16 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും 16x × 17 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ തുല്യമായിട്ട് വന്നാൽ നമുക്ക് ആ എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ എക്സിന്റെ ടേംസ് ഫുൾ ആയിട്ട് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമ്മൾ 16 കൊണ്ടും ഈ ഇക്വേഷൻ നമ്മൾ 17 കൊണ്ടും ഗുണിക്കുകയാണ്. നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. 17xനെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ 272x, 16y-നെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ 256y, 2180-നെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ 34880 എന്ന് കിട്ടും. 16x-നെ 17 കൊണ്ട് ഗുണിക്കുമ്പോൾ 272x, 17y-നെ 17 കൊണ്ട് ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 289y, 2110-നെ 17 കൊണ്ട് ഗുണിക്കുമ്പോൾ 35870 എന്നും കിട്ടും. അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനെ ഫുള്ളും നമ്മൾ 16 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ ഫുള്ളും 17 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് മോഡിഫൈഡ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഇത്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എലിമിനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. 272x-ഉം 272-ഉം ഈ ഇക്വേഷൻസിനെ മോഡിഫൈ ചെയ്ത് കിട്ടിയ രണ്ട് ഇക്വേഷൻസ് ആണ് ഇവ. അതിന്റെ അകത്ത് 272-ഉം 272-ഉം വെട്ടിപ്പോകുമ്പോൾ 0x എന്നാവും. 256y-ൽ നിന്ന് 289y കുറച്ചാൽ നമുക്കറിയാം ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചാൽ മൈനസ് ആണ് ആൻസർ. സോ -33y. അതേപോലെ തന്നെ 34880 ഒരു ചെറിയ നമ്പറാണ് 35870-നേക്കാളും. സോ ചെറിയ ഡിജിറ്റ് അല്ലെങ്കിൽ ചെറിയ ഒരു നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് മൈനസ് നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. 990 എന്ന് ലഭിക്കും. 256-ൽ നിന്ന് 289 കുറയ്ക്കുമ്പോൾ -33y-യും 34880-ൽ നിന്ന് 35870 കുറയ്ക്കുമ്പോൾ -990 നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ -33y = -990. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്കറിയാം. -33 × y is -33y. സോ ഇവിടെ ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു രണ്ട് നമ്പേഴ്സിൽ നിന്ന് ഈ 33 നമ്മൾ ഇക്വേഷന്റെ ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ -33 ആവുന്നു. സോ -990 ഡിവൈഡഡ് ബൈ -33. മൈനസും മൈനസും ക്യാൻസൽ ആവും. സോ 990/33. നമുക്കറിയാം 99-ൽ എത്ര 33 ഉണ്ട്? 3. അതുപോലെ തന്നെ ഈ 0 ഇങ്ങോട്ട് കയറ്റി എഴുതുന്നു. സോ ദ ആൻസർ ഈസ് 30. ദാറ്റ് ഈസ് മെഡലിന് 30 രൂപ. മെഡലിന് 30 രൂപ എന്ന് നമുക്ക് കിട്ടി. അടുത്തതായിട്ട്
നമുക്കിപ്പോൾ 4 ഇക്വേഷൻസ് ഉണ്ട്. 2 ഒറിജിനൽ ഇക്വേഷൻസും അത് മോഡിഫൈ ചെയ്ത 2 ഇക്വേഷൻസും. നമ്മൾ 1, 2, 3, 4 ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ചെന്ന് ഈ y കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ എടുത്തത് ഈ ഇക്വേഷൻ ആണ്. 17x + 16y = 2180 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുത്തു. സോ അതിലേക്ക് ഞാൻ കൊണ്ട് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 17x അതായത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഈ ഇക്വേഷൻ 17x + 16y = 2180 എന്നുള്ള ആ ഇക്വേഷൻ എടുത്തു. ഏത് ഇക്വേഷൻ എടുക്കാം? ഇതെടുക്കാം, 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 ഇതെടുക്കാം. ഞാൻ എടുത്തത് ഇത്. സോ 17x + 16y = 2180. 17x + 16 into y ന്റെ വാല്യൂ 30 ആണ് നമുക്കറിയാം. സോ 16 × 30 = 2180. 17x + 16 × 30 480. 16 × 30 എന്ന് പറയുന്നത് എത്ര വരും? 480 = 2180. അടുത്ത സ്റ്റെപ്പിൽ 17x നെ ഇവിടെ ഇട്ടിട്ട് ഈ 480 നെ ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -480 വരും. 2180 നിന്ന് 480 കുറച്ചാൽ കിട്ടുന്നത് 1700. 1700. സോ 17x = 1700. അതേപോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ 17 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആകണം. 1700 ഡിവൈഡ് ബൈ 17. 17 വെട്ടിപ്പോകും. സോ 100. സോ 17 വെട്ടിപ്പോകും. 17 ഒരു പ്രാവശ്യം, പിന്നെ 2 പൂജ്യങ്ങൾ. സോ ആൻസർ ഈസ് 100. അതായത് നമുക്ക് സോൾവ് ചെയ്ത് വന്നപ്പോൾ എക്സ് ട്രോഫിയുടെ വില 100 എന്നും മെഡലിന്റെ വില 30 എന്നും ലഭിച്ചു. ട്രോഫിയുടെ വില x = 100 എന്നും മെഡലിന്റെ വില y = 30 എന്നും നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് 4 ഇക്വേഷൻ ഉണ്ട്. അതായത് ഒറിജിനലി 2 ഇക്വേഷൻ ആണുള്ളത്. അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇതിനെ ഉണ്ടാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിലേക്ക് തന്നെ നമുക്ക് കിട്ടിയ വാല്യൂസ് കൊണ്ട് ഇട്ട് കൊടുത്ത് നോക്കി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് x ന്റെ അവിടെ 100 ഉം y യുടെ അവിടെ 30 ഇട്ട് കൊടുക്കുമ്പോൾ 17 × 100 + 16 × 30 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 2180 കിട്ടിയാൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഇക്വേഷനിൽ 17x + 16y = 2180 ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്ത് നോക്കുമ്പോൾ x ന്റെ അകത്തേക്ക് 100 ഇട്ട് കൊടുക്കണം, y യുടെ അകത്തേക്ക് 30 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടിയാൽ 2180 കിട്ടിയാൽ ചെയ്തത് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ 17 × 100 + 16 × 30. 17 × 100 എന്ന് പറഞ്ഞാൽ 1700. 16 × 30 എന്ന് പറഞ്ഞാൽ 480. 1700 480 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2180. 17 × 100 1700. 16 × 30 480. സോ 1700 480 കൂടെ ചെയ്യുമ്പോൾ 0 8 7 and 4 are together to get 11 then 2 2180.